തിരുവനന്തപുരം നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗായത്രി ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ MR ഗോപൻ നമ്മളോടൊപ്പമുണ്ട്. കോൺഗ്രസ് കൗൺസിലർ ആക്കുളം സുരേഷും നമ്മളോടൊപ്പം ചേരുന്നു ഇന്ന് ഈ വൈകുന്നേരം. ശ്രീമതി ഗായത്രി ബാബു, ഇതിപ്പോൾ ഈ റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം, അതായത് ഇവിടുത്തെ മാലിന്യ നീക്കമടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായ ഉത്തരവാദിത്വം റെയിൽവേക്കാണോ? ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ തോടുകളൊക്കെ വൃത്തിയാക്കുകയും മാലിന്യ നീക്കമൊക്കെ സമയാസമയങ്ങളിൽ കൃത്യമായി നടക്കുകയും ചെയ്യാൻ വേണ്ടി പല പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് വലിയ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെ ഈ മാലിന്യ നീക്കം എന്നത് ഇങ്ങനെ ഇപ്പോഴും കെട്ടിക്കിടക്കാനുള്ള ഒരു അത് നടക്കാതെ പോകുന്നതിന് ആരാണ് ഉത്തരവാദി? ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പത്രമാധ്യമങ്ങളോടും നമ്മൾ ആവർത്തിച്ചിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ആമഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് ഒഴുകുന്നത് നഗരപരിധിയിലും അതിൻ്റെ ചുമതല ഇറിഗേഷൻ, മേജർ ഇറിഗേഷനുമാണ് പൂർണ്ണമായി, ആ തോട് മുഴുവനും. ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്ന, ഈ ദാരുണകരമായ സംഭവം ഉണ്ടായിരിക്കുന്ന ഭാഗം മാത്രം, അതായത് നമ്മുടെ തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗവും റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ ഭാഗം മാത്രമാണ് റെയിൽവേയുടേതായി വരുന്നത്. ആ ഭാഗത്തെ ക്ലീനിങ് ആണ് ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയും ഈ സംഭവം ഉണ്ടാകാൻ ഇടയായതും. പക്ഷേ ബാക്കി വരുന്ന മുഴുവൻ ഭാഗവും മേജർ ഇറിഗേഷൻ്റെതാണ്. പക്ഷേ നിങ്ങൾ തന്നെ പല ആവർത്തിയും കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ നഗരത്തിലൂടെ ഒഴുകുന്ന ആമഴഞ്ചാൻ തോടിൻ്റെ വിവിധ വാർഡുകളിലെ ഭാഗങ്ങൾ സ്ഥിരമായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇറിഗേഷനോടൊപ്പം നഗരസഭ തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ ക്ലീനിങ് വർക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇറിഗേഷൻ വർഷത്തിൽ ഇപ്പോൾ മഴയ്ക്ക് തൊട്ട് മുമ്പായി അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ക്ലീൻ ചെയ്യുന്നതിന് പുറമെ കൃത്യമായ ഇടവേളകളിൽ ഇവ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗരസഭയാണ്. അത് എവിടെയൊക്കെ നഗരസഭയ്ക്ക് ചെയ്യാൻ അനുവദനീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നഗരസഭയ്ക്ക് ഇറങ്ങി ചെയ്യാൻ, എത്തിപ്പെടാൻ ഒക്കെ അനുവാദം തന്നിട്ടുള്ള ഇടങ്ങളിൽ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നഗരസഭ ചെയ്യേണ്ടതല്ല അവയൊന്നും എന്നതാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അതിൻ്റെ അപ്പുറം കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയം കിടക്കുന്നത്. റെയിൽവേയുടെ ഏകദേശം 200 മീറ്റർ ഭാഗം, അവർക്ക് കിട്ടുന്ന മുഴുവൻ പോർഷൻ ആമഴഞ്ചാൻ തോടിൽ 200 മീറ്റർ ഭാഗം മാത്രമാണ് അവർ കഴിഞ്ഞ മാസം മണ്ണുകോരി മാറ്റിയിട്ടുള്ളത്. ആ മണ്ണുകോരി മാറ്റുമ്പോഴും അതും ഇരുവശങ്ങളിലേക്ക് വയ്ക്കുന്നു എന്നതാണ് വേറൊരു പ്രശ്നം. NHൻ്റെതായാലും മൈനർ ഇറിഗേഷൻ്റെ ആയാലും മേജർ ഇറിഗേഷൻ്റെ ആയാലും റെയിൽവേയുടേതായാലും PWDയുടെ ആയാലും ഒക്കെ ഓടകൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ പോരുന്നത് നഗരസഭയാണ് എന്നുള്ളൊരു വിഷമകരമായ കാര്യം കൂടിയുണ്ട്. അപ്പോൾ വകുപ്പുകളുടെ ഏകോപനം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പം നിൽക്കുന്ന വിഷയത്തിൽ ഈ ബാക്കി വരുന്ന ഏകദേശം 500 മീറ്ററോളം വരുന്ന ഭാഗം ക്ലീൻ ചെയ്യാനായി നഗരസഭ നിർദ്ദേശം നൽകാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. നമുക്ക് ഏറ്റവും അടുത്ത് ഉള്ള ഇടപെടൽ, ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടൽ പരിശോധിച്ചാൽ തന്നെ 13/4/2024 നഗരസഭയുടെ LSGDയുടെ പ്രിൻസിപ്പൽ ഡയറക്ടറിൻ്റെ കത്ത് പോകുന്നു. 7/5/2024 നഗരസഭ സെക്രട്ടറിയുടെ കത്ത് പോകുന്നു. 17/5/2024 വീണ്ടും നമ്മൾ നഗരസഭ കത്തയക്കുന്നു. 19/6/2024 തൊട്ട് മുമ്പായി മേയറുടെ അധ്യക്ഷതയിൽ ഈ എല്ലാ വകുപ്പുകളെയും ചേർത്ത് യോഗം ചേരുന്നു. നിങ്ങളത് കർശനമായും ചെയ്തേ മതിയാകൂ എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ വലിയ ആപത്ത് സംഭവിക്കും എന്ന് മേയറുടെ അധ്യക്ഷതയിൽ നേരിട്ട് യോഗം ചേരുന്നു. സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു. 19/6/2024 എനിക്ക് തോന്നുന്നു ആ ഒരു കത്തിൻ്റെ കാര്യമായിരിക്കും മേയറും സൂചിപ്പിച്ചിട്ടുണ്ടാകുക. അതാണ് ഏറ്റവും അവസാനം നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ. അത് കത്തല്ല, നമുക്ക് കത്തുകൾ കൊടുത്ത് യാതൊരു റെസ്പോൺസും ഇല്ല എന്ന് കണ്ടപ്പോൾ അവസാനം പ്രോസിക്യൂഷൻ വഴി നമുക്ക് നോട്ടീസ് നൽകേണ്ടുന്ന ഒരു സ്ഥിതി വന്നു. അതായത് നിങ്ങളിത് ചെയ്യാത്ത പക്ഷം ഭീമമായ ഫൈന് നിങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടതായും വരും, മറ്റ് ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടതായി വരും എന്ന നിലയിലേക്ക്, നമുക്ക് കോടതി മുഖാന്തരമൊക്കെ വരെ നീങ്ങേണ്ടി വന്നേക്കാം എന്ന നിലയിലേക്ക് പറയുമ്പോഴാണ് അതിനുശേഷം 19/6/2024 നോട്ടീസ് ലഭിച്ചതിന് ശേഷം നമ്മുടെ റെയിൽവേയുടെ ഇത് ചെയ്യേണ്ടുന്ന വകുപ്പ്, അതായത് അവരുടെ മരാമത്ത് വകുപ്പ്, അവർ ചേർന്ന് ഇത് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ വർക്ക്. അങ്ങനെ അവരൊരു കോൺട്രാക്ടറെ ഈ പ്രശ്നം ഏൽപ്പിക്കുന്നു. കോൺട്രാക്ടറിൻ്റെ തൊഴിലാളികൾ ഇറങ്ങി ഇത് ക്ലീൻ ചെയ്യുന്നു. അവിടെ കാണേണ്ടുന്ന മറ്റൊരു കാര്യം, ഇതിനകത്ത് ഇറങ്ങിയാണ് തൊഴിലാളികൾ ക്ലീൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള വകുപ്പുകൾ, അതിനിടയിൽ ഒരു കാര്യം ശ്രീമതി ഗായത്രി ബാബു, ഈ പറഞ്ഞു വരുന്നതൊക്കെ മാരായമുട്ടം സ്വദേശി ജോയിയുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അതായത് ജോയിയെ താൽക്കാലിക ജീവനക്കാരനായി കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ജോയിയെ ഇത് ഏൽപ്പിച്ചതോ ഒന്നും നഗരസഭയല്ല. അതെല്ലാം പൂർണ്ണമായും റെയിൽവേ ആയിരുന്നു ചെയ്തിരുന്നത്. അത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു. അതവർ കാര്യക്ഷമമായി ചെയ്യാതിരിക്കുകയും ചെയ്തു. നിങ്ങൾ നിരന്തരം അലർട്ട് ചെയ്തിട്ടും റെയിൽവേ അത് കാര്യമായി പരിഗണിച്ചതുമില്ല എന്നല്ലേ?
തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ തെറ്റായ ചില പ്രചരണങ്ങൾ നടക്കുന്നതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നഗരസഭയാണ് ബാക്കി മുഴുവൻ പ്രദേശവും ക്ലീൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന തരത്തിൽ 24-ൽ നിന്നടക്കം ചില അങ്ങനെയല്ല ശ്രീമതി ഗായത്രി ബാബു. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ വി രാജേഷ് ഒക്കെ സംസാരിച്ചപ്പോൾ താങ്കളും കേട്ട് കാണും. വി രാജേഷ് പറഞ്ഞത് ഈ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉപയോഗിച്ചു കഴിഞ്ഞ ബെഡുകൾ, അതുപോലെ സാനിറ്ററി നാപ്കിൻസ്, അതുപോലെ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും അതിങ്ങനെ പകല ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി എത്തി ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നു. അതിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ്. തീർച്ചയായും ഒരു നഗരത്തിലെ 10 ലക്ഷം ആളുകൾ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയുടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നഗരസഭയുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ മേജർ ഉത്തരവാദിത്വവും നഗരസഭയ്ക്ക് തന്നെയാണ്. അതിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി നഗരസഭ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. കേരളത്തിലെ അങ്ങനെ പരമാവധി ചെയ്തിട്ടും ബാക്കി വരുന്ന മാലിന്യങ്ങളാണോ ഈ കെട്ടിക്കിടക്കുന്നത്? അതായത് നഗരസഭയ്ക്ക് ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്, അതിന് വേണ്ടിയിട്ട് തുക വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് വി രാജേഷ് ഒക്കെ നേരത്തെ ഉന്നയിച്ചൊരു ആരോപണം, ലക്ഷം കോടി രൂപ ഈ പല ഹെഡ്സിലായി നഗരസഭയ്ക്ക് കൊടുത്തിട്ടും ഇതൊക്കെ ഇവരെന്ത് ചെയ്യുന്നു? ഇതൊക്കെ നഗരത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല എന്നതാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു വിമർശനം നഗരസഭയ്ക്കെതിരെ ഉയർന്നത്. ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒന്ന്, വി രാജേഷ് അദ്ദേഹമല്ല നഗരസഭയുടെ ഔദ്യോഗിക കണക്കുകൾ പുറപ്പെടുവിക്കേണ്ട ആളോ അത്തരം കാര്യങ്ങൾ പറയേണ്ട ആളോ. ലക്ഷം കോടി രൂപ എന്തിനു വേണ്ടി ചിലവാക്കി? അപ്പം അദ്ദേഹം അതിൻ്റെ ഹെഡ് പറയണം. ആമഴിഞ്ചൻ തോടിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ പൊതുവായി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയാണോ? അപ്പോൾ അത്തരം ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരു തൊഴിലാളി ഒരു ദാരുണ സംഭവത്തിൽ അകപ്പെട്ടു പോകുന്നു, അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മേയർ അടക്കമുള്ള ആളുകൾ നേരിട്ടിറങ്ങി അതിൽ ഇടപെടുന്നു. ആ സമയത്ത് ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി പല ആളുകൾ പലതും പറഞ്ഞു തന്നിരിക്കും. പക്ഷെ അത് മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല.